എന്താണ് ഒരു ക്രോണോഗ്രാഫ്? വാച്ചിൻ്റെ ഡയലിൽ ഒരുപാട് സബ് ഡയലുകൾ ഉള്ളതിനെയാണ് ക്രോണോഗ്രാഫ് എന്ന് പറയുന്നത്. പക്ഷെ അത് ശരിയല്ല. ക്രോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം ഉണ്ടായിട്ടുള്ളത് ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ്. അത് ടൈം, റെക്കോർഡിംഗ് ടൈം, അങ്ങനത്തെ പല ഒരു മീനിങ്ങോട് ചേർന്ന് ഉണ്ടാക്കിയ ഒരു ടേമാണ്. അതായത് ബേസിക്കലി ക്രോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് വാച്ച് ആണ്. ബിക്കോസ് ഒരു സ്റ്റോപ്പ് വാച്ച് ആണല്ലോ ടൈമിനെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷനുള്ള വാച്ചുകളെ ക്രോണോഗ്രാഫ് എന്ന് പറയാൻ തുടങ്ങി. അതിപ്പോൾ ഓട്ടോമാറ്റിക്, മെക്കാനിക്കൽ, സോളാർ, ബാറ്ററി, അന്ന് വേണ്ട ഒരുപാട് ക്രോണോഗ്രാഫുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1816 ആദ്യമായിട്ട് ഒരു ക്രോണോഗ്രാഫ് ഉണ്ടാക്കിയത്. ലൂയിസ് മണ്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ചുകാരനാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് മനസ്സിലായത് 2013 1821 നിക്കോളസ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ചുകാരൻ ലൂയി 18 ഒരു ക്രോണോഗ്രാഫ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതൊരു പ്രത്യേകതരം ഒരു അപ്പാരറ്റസ് ആയിരുന്നു. അതെന്താ വെച്ചാൽ ലൂയി 18 ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. ആള് കുതിരയോട്ട മത്സരത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയ ഒരു പേഴ്സണാണ്. ആൾക്ക് ഏത് കുതിര ഫസ്റ്റ് എത്തി എന്ന് അറിഞ്ഞാൽ പോരാ, ഫസ്റ്റ് പറഞ്ഞ കുതിര എത്ര സമയം എടുത്തിട്ടാണ് 1ാം സ്ഥാനത്ത് എത്തിയെന്ന് കൂടി അറിയണം. അതായത് എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ്, ആ റിക്വയർമെന്റ്സ് കൊടുത്തപ്പോൾ നിക്കോളസ് അതിനു വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ എല്ലാവരും വിചാരിച്ചിരുന്നത് ആദ്യത്തെ ക്രോണോഗ്രാഫ് ഉണ്ടാക്കിയിട്ടുള്ളത് അയാളാണ്. 2013 ഈ ലൂയിസ് മണ്ട് എന്ന് പറഞ്ഞ ആളുടെ ഒരു പല ഡോക്യുമെന്റ് പണ്ടത്തേക്ക് കണ്ടുകിട്ടി. അത് പരിശോധിച്ചപ്പോൾ മനസ്സിലായ ആളാണ് ഫസ്റ്റ് ക്രോണോഗ്രാഫ് ഉണ്ടാക്കിയത്. ഇതാണ് ക്രോണോഗ്രാഫിനെ പറ്റിയിട്ടുള്ള ഒരു പഴയ ഹിസ്റ്ററി. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഒരു പുതിയ ഹിസ്റ്ററി പറയാം. ലോകത്ത് ആദ്യമായിട്ട് കൈമ കെട്ടുന്ന ഒരു ക്രോണോഗ്രാഫ് ഉണ്ടാക്കിയത് ലോഞ്ചിനായിരുന്നു. 1913 ആ സംഭവം. 13.33 സെറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡലായിരുന്നു. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നത്തെ ക്രോണോഗ്രാഫിൽ കാണുന്ന പോലെ ഈ മൾട്ടിപ്പിൾ 3 ബട്ടൺ അതിനുണ്ടായിരുന്നില്ല. ആകെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നുള്ളൂ, ക്രൗൺ. ആ ക്രൗണിന് തന്നെയാണ് ഈ റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ. നിങ്ങൾ പിക്ചറിൽ നോക്കിയാൽ കാണാം. ഈ ക്രോണോഗ്രാഫിനെ പറ്റി പറയുമ്പോൾ പ്രധാനപ്പെട്ട വേറെ സംഭവമുണ്ട്. ഈ 2 ബട്ടണുകൾ സംഭാവന ചെയ്ത ഒരു പ്രഗത്ഭ കമ്പനിയാണ്. വേറെ ആരെങ്കിലും ബ്രൈറ്റ്ലിംഗ് ആയിരുന്നു. ലിയോൺ ബ്രൈറ്റ്ലിംഗ് സ്ഥാപനം ഉണ്ടല്ലോ, അയാളുടെ മോൻ ഗാൻസ്റ്റൺ ബ്രൈറ്റ്ലിംഗ് ആണ് ഈ ഫസ്റ്റ് ബട്ടൺ സംഭാവന ചെയ്തത്. അതായത് ആള് ഈ ക്രൗൺ വരുന്ന ബട്ടൺ എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു, സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞു. അയാളുടെ മകൻ കുറച്ചു കൊല്ലം കൂടി കഴിഞ്ഞ് അടുത്തൊരു ബട്ടനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഈ റീസെറ്റ് ബട്ടൺ. വില്ലി ബ്രൈറ്റ്ലിംഗ് എന്ന് പറഞ്ഞ കക്ഷിയാണ് ഇന്നത്തെ രീതിയിലുള്ള ഈ ക്രോണോഗ്രാഫ് ഉണ്ടാക്കിയത്. അതായത് ഇത് ക്രോണോഗ്രാഫിനെ സ്റ്റാർട്ട് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും, ഇത് റീസെറ്റ് ചെയ്യും. അങ്ങനെ ഇത്രയും ഭംഗിയുള്ള ക്രോണോഗ്രാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദ്യം ബ്രൈറ്റ്ലിംഗ് ആണ്. ക്രോണോഗ്രാഫുകളുടെ ടൈപ്പ് പറയണമെങ്കിൽ അതിന് 2 സെനാരിയോ യൂസ് ചെയ്യാം. ഒന്ന് ഇതിന്റെ ഫംഗ്ഷനാലിറ്റി വെച്ചിട്ടും അതിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി വെച്ചിട്ടും. അപ്പൊ നമുക്ക് ആദ്യം ഫംഗ്ഷനാലിറ്റി വെച്ചിട്ടുള്ളത് പറയാം. 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഫ്ലൈ ബാക്കും, ഒന്ന് റെട്രോപാൻഡ എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി വെച്ചിട്ടും. അതായത് അതിനെ സ്പ്ലിറ്റ് സെക്കൻഡ് ക്രോണോഗ്രാഫ് എന്നും പറയും. ഫ്ലൈ ബാക്ക് ക്രോണോഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ അത് പേര് സൂചിപ്പിക്കുന്ന പോലത്തെ ഒരു ഫംഗ്ഷനാലിറ്റി അതിൽ നടക്കും. അതായത് നമ്മളിപ്പോ ഒരു ക്രോണോഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വീണ്ടും ആ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എത്തിക്കണമെങ്കിൽ 3 പ്രസ് ചെയ്യണം ആ പുഷ് ബട്ടൺ. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ക്രോണോഗ്രാഫിനെ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് റീസെറ്റ് ചെയ്യണം, അന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഇത് ഏവിയേറ്റർമാരും അങ്ങനത്തെ പല പ്രൊഫഷണൽ ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ഇതൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. അപ്പോൾ അതിനെ വേണ്ടിയിട്ട് ഒരു പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചു. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രോണോഗ്രാഫ് ഫംഗ്ഷനാലിറ്റീനെ റീസെറ്റ് എന്നുള്ള ഒരു ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ സ്റ്റാർട്ടിംഗിലേക്ക് പോകും, മറ്റേ പ്രോസസ്സുകളൊന്നും ചെയ്യണ്ട. അപ്പൊ അങ്ങനെ ഒരു ടെക്നോളജി കൊണ്ടുവന്നു. അത് ഉപയോഗിക്കുന്ന ഫ്ലൈബാക്ക് ക്രോണോഗ്രാഫുകളാണ്. അടുത്ത ടൈപ്പ് ക്രോണോഗ്രാഫ് സ്പ്ലിറ്റ് സെക്കൻഡ് ക്രോണോഗ്രാഫ് എന്ന് പറയും. ഈ സ്പ്ലിറ്റ് സെക്കൻഡ് ക്രോണോഗ്രാഫിന് റെട്രോപാൻഡ എന്നും ഒരു പേരുണ്ട്. ഇത് ആദ്യമായിട്ട് ഒരു റിസ്റ്റ് വാച്ചിൽ കൊണ്ടുവന്നത് പാത്രിക് ഫിലിപ്പ് ആയിരുന്നു 1923. ഇതില് 2 സെക്കൻഡ് സൂചി ഉണ്ടായിരിക്കും. ഒരു സെക്കൻഡ് സൂചിയുടെ മുകളിൽ തന്നെ ആയിരിക്കും അടുത്തൊരു സെക്കൻഡ് സൂചി ഉണ്ടാവുക. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂചി കാണുള്ളൂ. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടാവും. സ്റ്റാർട്ട് ആൻഡ് റീസെറ്റ് ബട്ടൺ റൈറ്റ് സൈഡിലും ഈ 2ാമത്തെ സെക്കൻഡ് സൂചിനെ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ വാച്ചിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. അപ്പൊ ഈ വാച്ച് കണ്ടാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. സൈമിൾട്ടേനിയസ്ലി തുടങ്ങുന്ന 2 കാര്യങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്യും. 2 ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടൺ റൈറ്റിലുള്ള തന്നെ പ്രസ് ചെയ്താൽ മതി. സൂചി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഇതിലത്തെ ഏതെങ്കിലും ഒരു എവന്റ് നിൽക്കുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലത്തെ പ്രസ് ചെയ്ത് അപ്പോഴാണ് നമുക്ക് അടിയിലുള്ള സൂചി കാണാൻ പറ്റുക. ഒരു സൂചി അവിടെ നിൽക്കും, 2ാമത്തെ മുകളിലുള്ള സൂചി ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ 1ാമത്തെ റെക്കോർഡ് ചെയ്തില്ലേ, പ്രോസസ് ഇങ്ങനെ തുടരുകയാണ്. അപ്പൊ നമുക്ക് തോന്നുകയാണ് ആ ഫസ്റ്റ് ഉള്ള ആൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചു. ഉടനെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്ത ആ സൂചി ഓടി ഈ ഫസ്റ്റ് പോയ സൂചിയുടെ ഒപ്പത്തും. എന്നിട്ട് 2 കൂടി വീണ്ടും മൂവ് ആവാൻ
ആവാൻ തുടങ്ങും. ഇത് ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നുണ്ട്. കുറച്ച് കോപ്പിറൈറ്റ്സ് ഉള്ള വീഡിയോസ് ആണ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഇതേ പേരിലുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണാൻ പറ്റും. സ്പ്ലിറ്റ് സെക്കൻഡ് ക്രോണോഗ്രാഫ് കോംപ്ലിക്കേഷൻ കുറച്ച് ഡെവലപ്പ് ചെയ്യാനും അതേപോലെ ചെലവേറിയതുമാണ് ഉണ്ടാക്കാനും. അതുകൊണ്ട് ഇത് സാധാരണ വാച്ചുകളിൽ കാണില്ല. പാറ്റക് ഫിലിപ്പോ, വാൻഷൻ കോൺസ്റ്റന്റിനൊക്കെ പോലെയുള്ള വില കൂടിയ വാച്ചുകളിലായിരിക്കും ഇത് കൂടുതലും കാണുക. അടുത്തത് ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കോളം വീൽ ടെക്നോളജി എന്ന് പറയാം, അതാണ് ഒരു ട്രഡീഷണൽ ക്രോണോഗ്രാഫ് മേക്കിംഗ് മെത്തേഡ്. രണ്ടാമത് ക്യാം ലിവർ ടെക്നോളജി. കോളം വീൽ ടെക്നോളജി ഒരുപാട് വർഷങ്ങളായിട്ടുള്ളത് കൊണ്ട് പലരും വിചാരിച്ചേക്കണേ അതാണ് സൂപ്പർ ക്വാളിറ്റിയുള്ള ക്രോണോഗ്രാഫ് എന്നാണ്. പിന്നെ അത് പാറ്റക് ഫിലിപ്പ് പോലത്തെ ലക്ഷറി ബ്രാൻഡുകളിലാണ് കൂടുതൽ കാണുക. അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അത് ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. പക്ഷെ അങ്ങനെയല്ല. ക്യാം ലിവർ ടെക്നോളജി ആയാലും കോളം വീൽ ടെക്നോളജി ആയാലും അത് ഉണ്ടാക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് ക്രോണോഗ്രാഫിന്റെ വാല്യൂ. പിന്നെ ഈ ക്യാം ലിവറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മാസ് പ്രൊഡക്ഷന് പറ്റിയ ഒരു ടെക്നോളജിയാണ്. അതുകൊണ്ട് ഫെമിലിയർ ആയി കാണുന്ന എല്ലാ ക്രോണോഗ്രാഫുകളിലും ഈ ക്യാം ലിവർ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. കോളം വീൽ ടെക്നോളജിയും ക്യാം ലിവർ ടെക്നോളജിയും തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതൊരു ഡീപ് സബ്ജക്റ്റ് ആണ്. അതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഒരു ലെങ്ത് കൂടുകയും ചെയ്യും. പിന്നെ അതൊരു ബോറിംഗ് ആയിരിക്കും. അത് ഇൻട്രസ്റ്റും ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല കേൾക്കാൻ. അതുകൊണ്ട് അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോയിൽ കാണാം. ഇനി ഇതിന് ഉപയോഗിച്ചേക്കുന്ന കുറച്ച് മൂവ്മെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻഹൗസ് മൂവ്മെന്റ് ഡെവലപ്മെന്റ് ഉള്ള കമ്പനികളൊക്കെ കോളം വീൽ ടെക്നോളജി ക്രോണോഗ്രാഫ് മൂവ്മെന്റ്സുകളാണ് യൂസ് ചെയ്യുന്നത്. വേറെ ആൾക്കാരുടെ ഈബോഷ് മൂവ്മെന്റ്സ് വാങ്ങി ഉപയോഗിക്കുന്ന പല കമ്പനികളുണ്ട്. അവരൊക്കെ ക്യാം ലിവർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. പ്രഗത്ഭമായ കോളം വീൽ ടെക്നോളജി മൂവ്മെന്റ്സ് എൽ പ്രിമുറോ ആണ് സെനിത്ത് ഇറക്കുന്നത്. പിന്നെയുള്ളത് റോളക്സ് ഇറക്കുന്ന 4130 മൂവ്മെന്റ്. ക്യാം ലിവർ ടെക്നോളജിയിൽ ഇറങ്ങുന്നത് വോൾജോക്സ് 7750 ബേസ് ചെയ്യുന്ന ETA മൂവ്മെന്റ്സ് ആണ്. ഈ ക്രോണോഗ്രാഫ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതാണ് ക്രോണോഗ്രാഫിന്റെ മെയിൻ സൂചി, ടൈം റെക്കോർഡ് ചെയ്യുന്ന സൂചി. ഇതിന്റെ അവർ, മിനിറ്റ്, പിന്നെ ഇതാണ്. പിന്നെ 2 സബ് ഡയൽസ് ഉണ്ട്. ഇത് 60 സെക്കൻഡ്സിന്റെ നോർമൽ സെക്കൻഡ് ഡയലാണ്. ഇതാണ് 30 മിനിറ്റ്സിന്റെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡയൽ. ഇതിലുള്ള ഈ മുകളിലുള്ള പുഷറാണ് ഈ ക്രോണോഗ്രാഫിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് തന്നെ പ്രസ് ചെയ്ത് അത് സ്റ്റോപ്പ് ആവും. ഇത് പ്രസ് ചെയ്ത് റീസെറ്റ് ആവും. ഇത് ക്രൗൺ ആണ്. സ്പ്ലിറ്റ് സെക്കൻഡ് ക്രോണോഗ്രാഫ് എന്ന് പറഞ്ഞല്ലോ, അതിന് ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു പുഷറും കൂടി ഉണ്ടാവും. ഇപ്പോൾ ക്രോണോഗ്രാഫ് സ്റ്റാർട്ടായി. ഇത് 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ താഴെയുള്ള സബ് ഡയലിൽ 1 മിനിറ്റ് റെക്കോർഡാവും. ഇപ്പോൾ ഇത് സ്റ്റോപ്പായി. ഇത് റീസെറ്റായി. ഇതാണ് ക്രോണോഗ്രാഫ് ഫംഗ്ഷനാലിറ്റി. ഇനി നമുക്ക് ക്രോണോഗ്രാഫ് വാച്ചുകളിൽ കാണുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ടാക്കിമീറ്റർ. ഇത് ബെസലിന്റെ പുറത്തും ഉള്ളിലുള്ള പല മോഡൽസ് നിങ്ങൾക്ക് കാണാം. ഇത് പല റെഫറൻസുകളും ഉപയോഗിച്ചിട്ട് ക്വിക്കായിട്ട് കാൽക്കുലേഷൻ നടത്താനുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇത് എല്ലാ വാച്ചുകളിലും ഇപ്പൊ ഒരു സ്റ്റൈലായിട്ട് ഉണ്ടായാലും പലർക്കും ഇത് യൂസ് ചെയ്യാറില്ല. ഇത് യൂസ് ചെയ്യാൻ പല നോട്ട്സ് തന്നെ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് പല കാൽക്കുലേഷനും ഇതിന്റെ ചെയ്യാൻ പറ്റും. ഈ ടാക്കിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ മെഷറിംഗ് സ്പീഡ്, മെഷറിംഗ് ഡിസ്റ്റൻസ് ഒക്കെയാണ്. ക്രോണോഗ്രാഫുമായി നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന വേറൊരു വേർഡാണ് ക്രോണോമീറ്റർ. അത് ഒരു സർട്ടിഫൈഡ് വാച്ചാണ്. അതായത് സ്വിറ്റ്സർലൻഡിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, COSC, മെറ്റാസ് എന്നൊക്കെ പറഞ്ഞു. വാച്ചിൽ ഉപയോഗിച്ചേക്കുന്ന ഫംഗ്ഷനാലിറ്റിയോ അതിന്റെ ആക്യുറസിയോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചേക്കുന്ന വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ബോഡിയാണിത്. ഈ സ്വിറ്റ്സർലൻഡിലെ ഒരുപാട് വാച്ചുകൾ, ഫോർ എക്സാമ്പിൾ സബ്മറൈനർ അല്ലെങ്കിൽ സ്പീഡ് മാസ്റ്റർ, പല പ്രൊഫഷണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവർ പറഞ്ഞേക്കുന്ന ആ ടേംസ് കറക്റ്റ് ആയിട്ട് അതിലുണ്ടെന്ന് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ബോഡി സർട്ടിഫൈ ചെയ്യണം. അതിനുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ഈ COSC സർട്ടിഫിക്കേഷൻ, മെറ്റാസ് എന്നൊക്കെ പറഞ്ഞത്. അതെന്താ സർട്ടിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ആക്യുറസിയാണ്. അതായത് ഒരു ഡേയില് +or-3 സെക്കൻഡ്, 4 സെക്കൻഡ്സ് ഇവരൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. COSC എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ ആ വാച്ചിന് കൊടുക്കണമെങ്കിൽ ആ വാച്ച് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. മെറ്റാസും അതുപോലെ. ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് മാഗ്നറ്റിക് റെസിസ്റ്റൻസ് ഉള്ള വാച്ചുകൾ, അത് മെറ്റാസ് ഒക്കെയാണ് സർട്ടിഫൈ ചെയ്യുന്നത്. സർട്ടിഫൈ ചെയ്യുന്ന COSC സർട്ടിഫൈഡ് ഉള്ള വാച്ചുകളെയാണ് ക്രോണോമീറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ ക്രോണോഗ്രാഫും ക്രോണോമീറ്റർ ആയിട്ട് ഒരു ബന്ധമില്ല. ക്രോണോഗ്രാഫ് ഫംഗ്ഷൻ ഇല്ലാത്ത വാച്ചുകൾക്കും ഈ ക്രോണോമീറ്റർ സർട്ടിഫിക്കേഷൻ കിട്ടും. റോളക്സിന്റെയും ബ്രൈറ്റ്ലിങ്ങിന്റെയും 100% എല്ലാ മൂവ്മെന്റും സർട്ടിഫൈ ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്.
ഇനി വേറൊരു കാറ്റഗറി വാച്ചും കൂടി ഉണ്ട്. അതായത് നിങ്ങൾ ഡയൽ എടുത്ത് നോക്കിയാൽ അതിന്റെ ഉള്ളിൽ ഒരുപാട് സബ് ഡയൽസുകൾ ഉണ്ടാവും. അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും അത് ക്രോണോഗ്രാഫ് ആണോ എന്ന്. പക്ഷെ അത് ക്രോണോഗ്രാഫ് അല്ല. ബിക്കോസ് ക്രോണോഗ്രാഫ് ആവണമെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്റ്റോപ്പ് വാച്ച് ഉണ്ടായിരിക്കണം, രണ്ടാമത് അതിന്റെ കൗണ്ടറുകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ സബ് ഡയൽസ് നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും കൗണ്ടറോ അങ്ങനത്തെ ഒരു ഫംഗ്ഷനാലിറ്റി റെക്കോർഡ് ചെയ്യുന്നതല്ല. ഇത് നോക്കിയാൽ ഡേറ്റ്, മന്ത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അതൊരു ക്രോണോഗ്രാഫ് അല്ല. ഫോട്ടോയിൽ കാണുന്നതൊക്കെ അങ്ങനത്തെ വാച്ചുകളാണ്, ഈ എക്സ്പെൻസീവ് വാച്ചുകളാണ്. പിന്നെ ക്രോണോഗ്രാഫ് ആണെങ്കിൽ മെയിൻ ആയിട്ട് വേറെ കാര്യം ഉണ്ടാവണം, ഈ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പുഷർ ഉണ്ടായിരിക്കണം. ചിലതിന് ഒരു പുഷറുള്ള ക്രോണോഗ്രാഫും ഇപ്പൊ റിലീസ് ചെയ്യുന്നുണ്ട് പല ലക്ഷറി ബ്രാൻഡുകളും. അത് ഇവരുടെ ഒരു പണ്ടത്തെ മോഡൽസിനെ ഇറ്ററേറ്റ് ചെയ്തേക്കുന്ന മോഡൽസുകളാണ്. അപ്പൊ ഈ ക്രോണോഗ്രാഫുകളുടെ കാര്യം പറയുമ്പോൾ എന്ത് ടൈപ്പ് ക്രോണോഗ്രാഫുകൾ ഉണ്ടായിരുന്നെന്നും കൂടി പറഞ്ഞ് നമുക്ക് ഇതിന്റെ എല്ലാ പോയിന്റുകളും ഇൻക്ലൂഡ് ചെയ്യാം. ഒന്നാമത്തത്, ആദ്യകാലങ്ങളിൽ ഇറങ്ങിയിരുന്ന എല്ലാ ക്രോണോഗ്രാഫുകളും മെക്കാനിക്കൽ ക്രോണോഗ്രാഫുകളായിരുന്നു. അത് 1969 ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു മത്സരവും അതുമായി ബന്ധപ്പെട്ട ഇവന്റ്സും നമ്മൾ സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ അതിന്റെ ലിങ്ക് കൊടുക്കാം. അത് ഞാൻ ഇവിടെ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് ഹ്യൂവർ, ബ്രൈറ്റ്ലിംഗ്, ഹാമിൽട്ടൺ ചേർന്ന ഒരു ഗ്രൂപ്പും സീക്കോയും അതേപോലെ സെനിത്തും ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് 1969 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോളാർ, ബാറ്ററി, അന്ന് വേണ്ട ഒരുപാട് ക്രോണോഗ്രാഫുകൾ അവൈലബിൾ ആണ്. സോ ഇതാണ് ക്രോണോഗ്രാഫിനെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. പിന്നെ എനിക്ക് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, എന്റെ ഈ ചാനലിന്റെ അതേ പേരിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കമന്റുകളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉത്തരം തരാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആ ഒരു പേജും കൂടി സന്ദർശിക്കണം എന്ന് പറയുന്നു. പല വാച്ചുകളെ പറ്റി ഞാൻ അതിൽ പോസ്റ്റുകളുണ്ട്, സ്പെഷ്യൽ വാച്ചുകളെ പറ്റി. അതായത് ഒരു വീഡിയോ ഉണ്ടാക്കാൻ അത്രയും കണ്ടന്റ് ഇല്ലാത്ത ചില സബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ, അത് ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്രോണോഗ്രാഫിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നത് ഇനി വരും നമ്മുടെ വീഡിയോയിൽ. പക്ഷെ ഒരുപാട് ക്രോണോഗ്രാഫ് ഫംഗ്ഷനാലിറ്റിനെ പറ്റി സംസാരിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.